ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ അതിനെക്കുറിച്ചെല്ലാം അനലൈസ് ചെയ്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനിപ്പുലേഷൻ അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ വൻ രീതിയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ എന്ന രീതിയിലോട്ടോ ഡൗൺ എന്ന രീതിയിലോട്ടോ ചേഞ്ച് ആകാം. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. റിസ്ക് കൂടുതലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. അതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസ്ക് റിവാർഡ് റേഷ്യോ, അതായത് ഏത് പ്രോജക്റ്റ് നിങ്ങൾ ഇനി മേടിച്ചിരുന്നാലും നിങ്ങൾക്ക് 200-250% ഒരു റിസ്ക് ആണ്. റിവാർഡ് എന്ന് പറയുന്നത് റിസ്ക് 250%, അതുപോലെ തന്നെ റിവാർഡ് എന്ന് പറയുന്നത് ഒരു 200-250% മാത്രമാണ്. 50-50 ചാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ മാർക്കറ്റിലോട്ട് പോകാം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1,05,000 USD റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2,500 USD 3,000 USD ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു റേഞ്ചിലോട്ട് വേണമെങ്കിൽ പോകാം. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടി ചിലപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ അത് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകാം. കാരണം നാളെ ഞായറാഴ്ച ഏകദേശം നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് രാത്രി ഓപ്പൺ ആവുകയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ട്രെൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 2 ആഴ്ചയായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള ട്രെൻഡിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2,722 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഏകദേശം 2,800 ബ്രേക്ക് ചെയ്ത് വേണമെങ്കിലും പോകാം. ഗോൾഡിൻ്റെ ട്രെൻഡും അതുപോലെ തന്നെ നമ്മുടെ USA എക്കോണമിയുടെ ട്രെൻഡൊക്കെ എന്ന് പറയുന്നത് ഹൈ എന്ന രീതിയിൽ തന്നെയാണ്. നമ്മുടെ INR ഡോളറിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഡോളർ ശക്തമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് മിക്ക നമ്മുടെ അമേരിക്ക എക്കോണമിയും ഹൈ എന്ന ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് വരുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേരിയേഷൻ ഉണ്ടായിരിക്കും. നല്ല പ്രോജക്റ്റ് എല്ലാം പെട്ടെന്ന് ഹൈയിലോട്ട് പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 140 USD പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 90 USD അടുപ്പിച്ച് ഡൗൺ എന്ന രീതി വന്നതാണ്. പെട്ടെന്ന് ഏകദേശം ഒരു 40% അടുപ്പിച്ച് പെട്ടെന്ന് മാർക്കറ്റ് ലൈറ്റ് കോയിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഹൈയിലോട്ട് പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഏകദേശം അത്ര വലിയ ഹൈ ഒന്നുമല്ല. 3,253 USD ആണ് നിൽക്കുന്നത്. ഏകദേശം ഹൈ ട്രെൻഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് ഇവിടെ നിന്നും 3,800 വരേണ്ടതായിരുന്നു. പക്ഷേ സൈഡ് വേസ് ആണ് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. BNBയുടെ പ്രൈസ് അത്ര വലിയ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ രീതി വേരിയേഷൻ വന്നിട്ടില്ല. പക്ഷേ സൊളാനയുടെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 170-175 USD വന്നിട്ട് പെട്ടെന്ന് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഏകദേശം 240 വരെ പെട്ടെന്ന് ഹൈ ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സൊളാന ആവട്ടെ, XRP ആവട്ടെ, കാർഡിനോ, ഷിബ ഇങ്ങനത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഡോജി ഇങ്ങനത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്ന പുതിയ ഹൈയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രോജക്റ്റ് പെട്ടെന്ന് ഹൈ പുതിയ ലെവലിലോട്ട് വരാൻ സാധ്യതയാണ്. ഏകദേശം സൊളാന നേരത്തെ 264 USD ആണ്. അതൊക്കെ ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ പുതിയ ഹൈയിലോട്ട് നമ്മുടെ സൊളാന വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ CET ഒക്കെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സൈഡ് വേസ് തന്നെയാണ്. CET ഒക്കെ നമുക്ക് ആദ്യം പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്, പക്ഷേ അതിനുശേഷം സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ XRP എന്ന് പറയുന്നത് ഏകദേശം $3.40 ടച്ച് ആയിട്ടുണ്ട്. ഏകദേശം 0.40 USD ഞാൻ പറഞ്ഞതാണ്. XRP ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. 5 USD വരെ ഞാൻ സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പലർക്കും ഡൗട്ടാണ്, ഓക്കെ അത്രയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ. നിങ്ങൾ ഇവിടെ നോക്കുക, 3.40 USD ഏകദേശം ടച്ച് ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ XRPയുടെ പ്രൈസ് വീണ്ടും പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. ഇനി ഷിബയുടെ പ്രൈസും പുതിയ ഹൈയിലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ഷിബ വേണമെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. ഏകദേശം 2,000 USD മാർക്കറ്റിലാണ് പറയുന്നത്. 2,000 റേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാർഡിനും അത്ര വലിയ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഡൗൺ 0.80 വന്നിട്ട് ഏകദേശം 1.15 വരെ പോയിട്ടുണ്ട്. വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. കാർഡിനെയും പുതിയ ഹൈയിലോട്ട് പോകുക. ഏകദേശം നേരത്തെ 1.30 വന്നിട്ടുണ്ടായിരുന്നു. 0.30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 USD വരെ നമുക്ക് വേണമെങ്കിൽ കാർഡിനോ പ്രതീക്ഷിക്കാം. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം $1.30 നിന്നും ഇപ്പോൾ ഏകദേശം $1.06 അടുപ്പിച്ചിട്ടാണ് നമ്മുടെ കാർഡിനോയുടെ പ്രൈസ് നിൽക്കുന്നത്. വെർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പുള്ള വീഡിയോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വീണ്ടും ബൈ ചെയ്യാം.
EOSും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.70 വന്ന ടൈം താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന്. ഏകദേശം നമ്മുടെ EOS എന്ന് പറഞ്ഞ $1 ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 91 സെൻറ്റ് അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ട്രോൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് കുറച്ച് കൂടുതലാണെങ്കിലും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അടുത്ത് ബാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്റ് സിലിക്കൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗൺ ആയ ടൈം 0.21 ഉണ്ടായിരുന്ന ടൈം ബാറ്റ് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാറ്റ് ഏകദേശം 0.30 പോയിട്ട് വീണ്ടും 0.24 ആണ് നിൽക്കുന്നത്. ഡോജി ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൗൺ ആയ ടൈം 0.30 താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡോജി 0.30 താഴെ വന്നിട്ട് 0.43 വരെ ഹൈ പോയിട്ടാണ് നിൽക്കുന്നത്. ഡോജി ഏറ്റവും ടോപ്പിൽ പോയത് 0.47 ആണ്. അത് ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഡോജിയൊക്കെ 0.06 0.07 ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. $1 വരെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ സെൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, $1 ഒക്കെ വരാൻ സാധ്യതയുണ്ടോ, 0.25 എങ്കിലും വരുമോ എന്ന് പലരും കേട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 പൈസയിൽ വരെ INRൽ ഞാൻ ഡോജി ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പണ്ട് ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക. അതുകൊണ്ട് ഡോജി എന്ന് പറയുന്ന ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഏതാണ്, സെൽ ടാർഗറ്റ് എത്രയാണ് ഞാൻ കറക്റ്റായി പറയുന്നതായിരിക്കും. ഏതാണ് നല്ല പ്രോജക്റ്റ് എന്നും പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് മറ്റുള്ള പ്രോജക്റ്റ് വലിയ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ഡോട്ട് അതുപോലെ തന്നെ നമ്മുടെ MXCയിൽ കുറച്ചെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. MXC ടോക്കൺ 2.60 പോയിട്ട് $4 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. സൈഡ് വൈസ് തന്നെയാണ്. സിലിക്കൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാം. 0.020 ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് കുറച്ച് കൂടുതലാണ്. മനയും ഗലയും കുറച്ച് റിസ്ക് കൂടുതലാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ എടുക്കാമെന്ന്. ഏകദേശം 0.27 വന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം പുതിയ ഹൈ നോക്കി അയോട്ട വീണ്ടും വരുന്നതായിരിക്കും. 0.14 പറഞ്ഞിട്ടുണ്ടായിരുന്നു അയോട്ട താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. അന്ന് $0.40 വരെ അയോട്ട പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്രാഷായി 0.10 വന്ന ടൈം അയോട്ട വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയോട്ട 0.63 ആണ് പോയത്. അതിനുശേഷം വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.27 നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുനിസാപ്പ് ഒന്നും അത്ര വലിയ രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എന്താണെന്ന്. ഇനി അടുത്ത് ഗേറ്റ് ടോക്കൺ ഏകദേശം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് 2.5 അതുപോലെ തന്നെ $3.5 ഇടയിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. $21 വരെ ഗേറ്റ് ടോക്കൺ പോയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും $21. നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് തന്നെയാണ്. ഇനി ഗല എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.030 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. കാരണം മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ 0.015 താഴെ ഗല പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അല്ലാതെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അല്ലാതെ എക്സ്ട്രാ ഹെബ്ബാർ കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.27 നിങ്ങൾക്ക് 0.25 ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന്. ഇപ്പോൾ 0.34 ആണ്. 0.37 0.39 എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ടോണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. വലിയ രീതിയിൽ പ്രൈസ് ബിറ്റ്കോയിൻ ഹൈ ആയതനുസരിച്ച് വേരിയേഷൻ വന്നിട്ടില്ല. CRO ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ 0.13 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 0.13 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. കാരണം 0.07 വരെ വേണമെങ്കിൽ വീണ്ടും CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് മറ്റുള്ള പ്രോജക്റ്റ് ഒന്നും വേരിയേഷൻ വന്നിട്ടില്ല. ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ETHW $3 ആണ്. ഏകദേശം $2-2.5 വന്നപ്പം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വലിയ രീതിയിൽ മാർക്കറ്റ് വേരിയേഷൻ വന്നിട്ടില്ല. കുറച്ച് പ്രോജക്റ്റ് മാത്രമാണ് വേരിയേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ XRP, കാർഡിനോ, ഡോജി, അയോട്ട ഇങ്ങനത്തെ പ്രോജക്റ്റ് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ സൊളാന, അടുത്ത് LTC ഇത്രയും പ്രോജക്റ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. മറ്റുള്ള പ്രോജക്റ്റൊന്നും അത്ര വലിയ രീതിയിലോട്ട് വേരിയേഷൻ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യുക. 20-ാം തീയതി എന്തായിരുന്നാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും മാർക്കറ്റിൻ്റെ അകത്ത്. അതിനോടനുബന്ധിച്ചും ഇമ്പാക്റ്റ് കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് എഫക്റ്റ് എന്ന രീതിയിൽ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് ചെയ്യും. അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം മാർക്കറ്റിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ആവട്ടെ ടേക്ക് പ്രോഫിറ്റ് ആവട്ടെ രണ്ടും പ്രോപ്പറായിട്ട് മാത്രം യൂസ് ചെയ്യുക.